ഹലോ അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു ഉച്ചയൂണുമായിട്ടാണ് കേട്ടോ. ഇത് കുറേ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുക. ഫസ്റ്റ് ഞാനിവിടെ നമുക്ക് ആവശ്യമുള്ള അരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്കുള്ളത് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കറി ഉണ്ടാക്കണം. വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിലൊരു അടിപൊളി കറിയാണ്. നമ്മളെ വീട്ടിൽ സാധാരണ ചേരുവകളൊക്കെ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കൂട്ട് നമുക്ക് ഏത് പച്ചക്കറിയും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു ഇടത്തരം 2 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അരി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കുക്കർ എന്ത് ചെയ്യുക, ഒന്ന് അടച്ചേക്കാം. ഒരു 2 വിസിലടിച്ച് നമ്മളെ ചോറ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ചീനച്ചട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതേമാതിരിക്ക് അരിഞ്ഞെടുത്താൽ മതി. നന്നായി നൈസായിട്ട് അരിയണമെന്നൊന്നുമില്ല. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് പോയി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇടത്തരം 2 തക്കാളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കാം. ചില ആളുകൾക്ക് ഉച്ചക്കത്തെ ഊണ് ഒരു അടിപൊളിയായിട്ട് കഴിക്കാൻ ഭയങ്കര താല്പര്യമൊക്കെ, നല്ല റിച്ചായിട്ട് കഴിക്കാൻ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ കയ്യിലുള്ള എല്ലാ പൊടിയും, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി കേട്ടോ. നമ്മൾ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന പൊടികൾ മാത്രമേ ഉള്ളൂ ചേർത്ത്. അതിലേക്ക് ശേഷം വെള്ളം ഒഴിച്ച് കണ്ടതാ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഇത്ര പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി പൊടികൾ പറഞ്ഞില്ല എന്ന് പറയും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൊടികൾ പറഞ്ഞത്. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മീതിയേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ലോണം വഴറ്റി മാറ്റി കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സമയത്തല്ല പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അരച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിക്ക്, പിന്നെ വെജിറ്റബിൾക്ക്, മീൻ എല്ലാം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 3 അയില വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അയിലൊക്കെ പിന്നെ ക്ലീൻ ചെയ്യുന്നതും അതേമാതിരി ഇതെങ്ങനെ സ്റ്റോർ ചെയ്യണമൊക്കെ വീടിന് അതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ മീൻ നമുക്ക് ഇതേമാതിരി സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പം ഞാനിതിൽ ടിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ മീനിൻ്റെ മീതേക്ക് ഞാനിതാ നീളത്തിലൊരു വര ഇട്ട് കൊടുക്കാൻ കേട്ടോ. നാട്ടിലത്തെ മീനിൻ്റെ മാരിക്കല്ല, ഇവിടെ നല്ല തുണ്ട മീനുകളാട്ടോ ഇവിടെ മേടിക്കാൻ കിട്ടുക. ഇതിപ്പോൾ അയിലയാണ്, പറഞ്ഞറിയിക്കണത് അയിലയാണ് എന്നുള്ളത് കേട്ടോ. നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടെ കിട്ടും. കാരണം മാർക്കറ്റ് എടുത്താണ്, പിന്നെ നമ്മളെ കടലെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഐസ് ഇടാത്ത ഫ്രഷ് മീൻ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ മീനിൻ്റെ മീല് വര ഇടുന്നതാണോ കാണിച്ചു തരുന്നത് തെറ്റിദ്ധരിക്കണ്ട. ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ മീതേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലൊരു ടിപ്പ് പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച മണവും കാര്യങ്ങളും അതേമാതിരി മീനിൻ്റെ ഫ്രഷ് കിട്ടാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ടിപ്പും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് സ്മെല്ല്, ഫ്രിഡ്ജിൽ വെച്ച സാധനം എങ്ങനെയായാലും ഒരു മണം കിട്ടും. ആ മണം പോകാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഈ പറയുന്നത്. ഒരു 3-4 സ്പൂണ് പാല് ഇതിൻ്റെ മീതേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പ് തന്നെ ഇടണം കേട്ടോ. കല്ലുപ്പ് ഇട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ കറിക്കില്ല പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിക്ക് ചുടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കണം, നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മളെ പെരുംജീരകം. അപ്പോൾ നമ്മളെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടുണ്ട് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നു കേട്ടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാമൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇതൊന്ന് നീ എന്തിനും വിശദമായിട്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നമ്മളെ യൂട്യൂബിലേക്ക് എന്ത് ചെയ്യണത്, സെൻഡ് ആക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ കറി വെക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നല്ലോണം അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റിലൊരു അടിപൊളി കറിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ.
അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടൊക്കെ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മഷി മാരിക്കന്നെ അരഞ്ഞ് കിട്ടണം, എല്ലാ ഭാഗങ്ങളും അരഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ ചിലർക്കും ചിലപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടമല്ലാത്തവരുണ്ടാവും, പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മീൻ കഷ്ണം മുറിക്കുന്ന മാതിരിക്ക് നീളത്തിലാണ് കേട്ടോ ഞാനിവിടെ വഴുതനങ്ങ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിത് വഴുതനങ്ങ ഈ എണ്ണയിലിട്ടുങ്ങാണ്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ്. നേന്ത്രക്കായ, മുരിങ്ങാക്കോല്, നമ്മളെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കിതിലെ മീതേക്ക് കുറച്ച് ഉപ്പ് കൂടെ എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. എന്നിട്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടും. സോഫ്റ്റായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ട് നമ്മൾ ഇതിൻ്റെ മീതേക്ക് എന്ത് ചെയ്യണം, ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ജാറിൻ്റെ ഉള്ളിലൊക്കെ ഒഴിച്ചങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഷെയ്ക്ക് ചെയ്തങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മളോരോ ശീലങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതേമാതിരിക്ക് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് രാത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ മസാല വെച്ചിട്ട് നമുക്ക് മുട്ടക്കറിയും ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. പുളി ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ആവശ്യമില്ല, പുളി എന്ത് ചെയ്യാണ്, ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇനി ആ പുളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് നമുക്ക് മാറ്റിയേക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അടിപൊളി ടേസ്റ്റിലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ മീനിനെയൊക്കെ ഞാൻ കാണിച്ചുതരാം. കണ്ടല്ലോ, മീൻ നല്ല കളറ് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച എല്ലാ മാംസങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, മട്ടൻ ആയിക്കോട്ടെ, എന്തും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചാൽ പോയ മണവും അതേമാതിരി ബ്ലഡൊക്കെ പോയി കിട്ടാനായിട്ട് ഇങ്ങനെ പാല് സഹായിക്കും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടല്ലോ മീൻ നല്ല ഒരു മൊഞ്ചായി വന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പാലില്ലാത്തവർ തൈര് ഉപയോഗിച്ചാലും മതി കേട്ടോ. തൈരോ മോരോ ഒക്കെ പറ്റും. ഉപ്പ് ഇടണം കേട്ടോ, കല്ലുപ്പന്നെ ഇടണം. പിന്നെ നമുക്ക് മീൻ പൊരിക്കാല മസാലയാണ്. മല്ലി, മുളക്, മഞ്ഞൾ ഒക്കെ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ എന്ത് ചെയ്യണം, പിഴിഞ്ഞൊഴിക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ മീൻ പൊരിക്കുന്ന സമയത്ത് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് മീനിട്ടുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. മീനിനൊക്കെ മസാല കൂട്ടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതും പറയുന്നത്. ചിലർക്ക് മീനിക്ക് മസാല കൂട്ടാൻ എല്ലാവർക്കും അറിയും, പക്ഷേ എന്നാലും പുളിവെള്ളം ഒഴിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീൻ വരൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കറി എന്തായി നോക്കാം. കറിയൊക്കെ നന്നായിട്ട് ഇവിടെ അടിപൊളി തള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കറി ഇവിടെ എന്താണ് റെഡിയാണ്. പൊലം ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏത് പച്ചക്കറി വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മീതേക്കും കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി എന്ത് ചെയ്യണം, തൂവി കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നില്ല. നമുക്ക് കറിയൊന്ന് മാറ്റിയേക്കാം. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നല്ലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ആ കറിവേപ്പിൻ്റെ മണം കൂടി അതിൽ അടിച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ വീഡിയോ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്ക് ചെയ്യണ വീഡിയോ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടത് കാണിക്കുന്നത്. ചിലർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല, കാരണം കുക്കിങ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടമാക്കാരം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം കുക്കിംഗ് വീഡിയോ ഞാൻ ഒഴിവാക്കൽ തന്നെയാണ് കേട്ടോ പതിവേ. പക്ഷേ ഇത് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതാ നല്ലൊരു അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് ബാച്ചിലേഴ്സ് കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കാണലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണത് കാണിക്കണത്.
അപ്പോൾ അതാ മീൻ നന്നായിട്ടൊരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന കറികളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പപ്പടമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി പപ്പടമാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പപ്പടം പൊരിച്ചതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ചോറ് ഇവിടെ സെറ്റാണ്. വേറെ ഒന്നും വേണ്ട, ശരിക്കും പറയണ നമ്മളെ കറി മാത്രം മതി കേട്ടോ. അടിപൊളി ഊണാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതേമാതിരിക്കൊരു കോംബോങ്ങളും പരീക്ഷയൊക്കെയാണ്. അപ്പോൾ ബൈ.